ദൈവമക്കളായി നമ്മുടെ ഒരു അടിസ്ഥാന കടമയാണ് ദൈവപിതാവിൻ്റെ തിരുവിഷ്ടം അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുക. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. ഇപ്പോൾ എൻ്റെ ഈശോയുടെ പ്രിയമുള്ള മക്കളെ, നമ്മിൽ അവിടുത്തെ വരദാന ഫലങ്ങൾ നിറയ്ക്കാൻ ദൈവം ഒരുങ്ങുന്ന സമയം ദൈവം നമ്മളോട് യഥാർത്ഥമായൊരു ശുദ്ധമായ ഹൃദയം, വിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ ഹൃദയത്തിലെ വിശുദ്ധി ഉണ്ടാകണം, ഹൃദയത്തിൻ്റെ നൈർമല്യം ഉണ്ടാകണം. വിശുദ്ധി കൂടാതെ പരിശുദ്ധാത്മാവിനെയോ പരിശുദ്ധ അമ്മയെയോ സ്വീകരിക്കാൻ ആവില്ല. കപട ഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കില്ല. വിശുദ്ധി കൂടാതെ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വിശുദ്ധരിൽ സംപ്രീതനാകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീതിമാന്മാരെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നന്മ ചെയ്തവർക്കും വസിക്കുന്നതാണ് നമ്മുടെ ദൈവം. സ്നേഹകൂട്ടായ്മയിലേക്ക് അറിവരുന്നതാണ് നമ്മുടെ ദൈവം. ഈ ഒരു തലത്തിലേക്ക് വരാതെ നമുക്ക് ഒരിക്കലും ദൈവത്തെ പ്രാപിക്കാൻ കഴിയില്ല. സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ ഒരു മനോഭാവം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ ദൈവം ഹൃദയത്തിലേക്ക് വരുള്ളൂ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. കർത്താവിന് തടസ്സമായി നിൽക്കുന്ന രണ്ട് ഘടകങ്ങളിലേക്ക് നമ്മൾ ഈ നിമിഷം ഒന്ന് കടന്നു ചെന്ന് അതൊന്ന് പരിഹരിച്ചിട്ട് വേണം വിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ. എൻ്റെ ക്ലാസ്സിൽ കടന്നു പോയപ്പോൾ കണ്ടു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രണ്ട് വിധത്തിൽ മുറിപ്പെട്ടിരിക്കുന്നവരാണ്. അസ്വസ്ഥരായിരിക്കുന്നവരാണ്, വേദനിക്കുന്നവരാണ്, അവരെ തകർന്നിരിക്കുന്നവരാണ്. അസ്വസ്ഥയുടെ കാരണം എൻ്റെ ജീവിതത്തിൽ എന്നെ മുറിപ്പെടുത്തി, എന്നെ തകർത്ത, എന്നെ നമ്പരപ്പെടുത്തിയവരെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്, ചിന്തയാണ്. ഇന്ന് നാളെയും അവരെന്നെ മുറിപ്പെടുത്തുക തന്നെ ചെയ്യും എന്നുള്ള ഭയം എന്നെ അഭിനയിക്കുക. നിരന്തരമായ എൻ്റെ ശത്രുക്കളെ നീക്കുമേ എനിക്ക് കെണിയിട്ടുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെ മുറിപ്പെടുത്തുന്നവരെ കുറിച്ചുള്ള എൻ്റെ ചിന്ത. രണ്ടാമതായി, ഞാൻ മൂലം മുറിവേറ്റവരെ കുറിച്ചുള്ള എൻ്റെ വേദന. ഞാൻ അനേകം മുറിപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കന്മാർ അനേകം പേരെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ തലമുറക്കാർ അനേകം പേരെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ കുടുംബത്തിൽ കവിയില്ല, അനുഗ്രഹമില്ല. എവിടെയും പരാജയങ്ങളാണ്, എവിടെയും അപകടങ്ങളാണ്. രോഗം ഒന്നയായിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട് ഞങ്ങൾക്കില്ല, ഒരു വസ്തുവില്ലാതെ കൊണ്ട് നടക്കുന്നില്ല, ഒരു തരത്തിലൊരു ജീവിത സ്വസ്ഥത കിട്ടുന്നില്ല. ആകെ തകരുന്ന ഒരു അനുഭവമാണ്. എല്ലാത്തിൻ്റെയും കാരണം എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഈ വലിയ മുഴുവൻ. നമുക്കതിൽ നിന്ന് മോചനം